ഹായ്, വെൽക്കം ടു ആർട്ട് ക്ലാബ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വയലിൻ ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ പേജ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഞെക്കിയിട്ട് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റ പേജായ ആർട്ട് ക്ലാബ് ഉണ്ട്, അതും കൂടി എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സാധനം എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ബോട്ടിലാണ് മെയിൻ സാധനം. അത് നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിൽസാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതായത് വയലിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ പെയിൻറ്റ് 3 കളറാണ് വേണ്ടത്. ഒന്ന് വൈറ്റ് ബേസ് അടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾക്ക് ബ്രൗണും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, വയലിൻ്റെ ഷെയ്ഡ്, ഒരു വുഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വൈറ്റ് ത്രെഡ്, ഇതിപ്പോൾ ജൂട്ടിൻ്റെ ത്രെഡാണ്. നമുക്ക് അല്ലെങ്കിൽ ഞാൻ വേറെ സാഹചര്യം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ്. അല്ലെങ്കിൽ നമുക്ക് പേപ്പർ ടൈ ചെയ്യണതോ അല്ലെങ്കിൽ വൂളൻ ത്രെഡ്, വൈറ്റ് വൂളൻ ത്രെഡ്, അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഗമ്മ് വേണം, നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് വേണം, പിന്നെ ഒരു വുഡൻ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, പിന്നെ വേണം ബ്രഷ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ ഷെയ്ഡ് എന്ന് പറയുന്നത് കാണിച്ചു തരാം, ഏത് ഷെയ്ഡാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. അതായത് ഓറഞ്ചും ബ്രൗണും മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഷെയ്ഡാണിത്. ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബോട്ടിലിന് വൈറ്റ് ഷെയ്ഡ് വൈറ്റ് പെയിൻറ് കൊടുക്കാന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് അതിന് വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. നമ്മളിതിന് ഒരു വൈറ്റ് പെയിന്റ് അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് നമ്മുടെ ആ വുഡൻ ഞാൻ കാണിച്ചു തന്നിരുന്ന ആ ഒരു കളർ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ് അടിച്ച് നമ്മൾ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ 2 സൈഡിലായിട്ട് ഒരു സിമ്പിൾ വരും. നമുക്ക് അത് ബ്ലാക്ക് കളർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വുഡൻ റോഡ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഗമ്മിൽ മുക്കിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മൾ ഫുൾ ടിഷ്യൂ ഒട്ടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ 2 പേപ്പർ കട്ടിങ്സ്, ഒന്ന് ഇതും നമുക്ക് ഇതിലൊട്ടിക്കണം. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഇവിടെ ഇട്ടത്, പിന്നെ ഈ പീസ് നമ്മൾ മുകളിൽ ഇതിൻ്റെ മൗത്തിനോട് അടുത്താക്കി വെച്ചിട്ട് അത് ഒട്ടിക്കാൻ ഇതിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ നമുക്കത് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒട്ടിച്ചു, താഴ്ത്തി ഒട്ടിച്ചു. ടിഷ്യൂ പേപ്പർ നമ്മൾ കോളേജ് സെറ്റാക്കി. നമുക്ക് വേണ്ടത് ഇതിനും പിന്നെ ഈ 2 പോർഷനിലും ബ്ലാക്ക് കളർ വെക്കണം. നമുക്ക് ഈ ഒരു പീസ് ഇതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഗ്ലൂ തേച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇതിൻ്റെ നേരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചിരുന്ന ഈ റോഡ് ഇതിൻ്റെ നേരെ ഇതായിട്ട് വെച്ചേക്കാം. ഉള്ളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നാണ് ടൈറ്റായി നോക്കുക, ഫിക്സ് ആക്കുക. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ വയലിനായിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രിങ്സ് വയ്ക്കാം. സ്ട്രിങ്സ് വയ്ക്കണം. അടുത്തായിട്ട് സ്ട്രിങ്സ് വയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വയലിൻ ഇത്രയും സെറ്റായി കഴിഞ്ഞു.
ഇനി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, പേപ്പർ കട്ടിങ്സ് ആണ് ഇതൊക്കെ. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും പേപ്പർ കട്ടിങ്സ് വെച്ചിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ ഇവിടെ തന്നെ പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ വയലിന് കൊടുത്ത് സെയിം കളർ തന്നെ അവിടെ കൊടുത്തു. ഇത്രേ. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രിങ്സ് വയ്ക്കണം. സ്ട്രിങ്സ് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത്, അത് വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ഒരു കെമൻസിൽ കാണിച്ചിരുന്നത് ഞാൻ എൻ്റെ വേറൊരു ത്രെഡാണ്, ജൂട്ടിൻ്റെ ത്രെഡാണ് ഞാൻ കാണിച്ചത്. ഞാൻ മാറ്റി, അതെന്തോ സുഖമില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ സാധാ തയ്ക്കണ നൂലില്ലേ, ആ നൂല് നമ്മൾ രണ്ട് ഇതായിട്ട് മടക്കിയിട്ട് ഒന്ന് എന്താ പറയുക ഗമ്മ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തു. ഒന്ന് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഗമ്മ് വെച്ചിട്ട് ആക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. ഇത് ഞാൻ 3 സ്ട്രിങ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സാധാ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്മേൽ അറ്റാച്ച് ചെയ്യാം. നോക്കാം. സോ നമ്മുടെ വയലിൻ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്.